തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം. ഇയാള് സാഗറിനെ ബുദ്ധിമുട്ടിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. എങ്കിലും ഇന്ന് ഹർത്താലായിട്ട് സാഗറിനൊപ്പം വിടുന്ന സേഫെന്ന് തോന്നി. ഇന്ന് ഹർത്താലായതുകൊണ്ടേ ഉറപ്പായിട്ടും പറഞ്ഞോന്ന് പറഞ്ഞത് മേഡോ. ഇന്ന് അനന്തോട്ടൻ ഇവിടെ ഇരിക്കെ, ഞങ്ങൾ ലോക്കറി വെച്ചിട്ട് വരാം. രണ്ട് പെഗ് അടിക്കാനാ പറഞ്ഞത്, പക്ഷേ 3-3.5 പെഗായി. ഇപ്പോ ശരിക്കും ഒരു ധൈര്യം വരുന്നുണ്ട്. ഇനിയിപ്പോ എന്തും ചെയ്യാനുള്ള മനസ്സുണ്ട് എനിക്ക്. അയ്യോ, ദേഷ്യം ഒന്നും കാണിക്കണ്ട. ഈ ദേഷ്യം അന്ന് ഞാൻ ഗസ്റ്റ് ഹൗസിൽ വെച്ച് കണ്ടതാ. അതിനുശേഷം ദേ ഈ നിമിഷം വരെ മുഖം കറുത്താ നീ നടന്നിട്ടുള്ളത്. എങ്കിലും ഞാൻ തറപ്പിച്ച് പറയുക, എന്റെ ലച്ചുവിന്റെ മനസ്സിൽ ഞാനുണ്ട്. കണ്ണൻ എന്ന യോഗ്യനല്ലാത്ത ഭർത്താവിനേക്കാൾ നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഞാനുമായി ഒന്നിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ട്. ഇറങ്ങിപ്പോടാ, എന്റെ മുന്നിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ. പോവാനല്ലേ പറഞ്ഞേ? പോയില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ഇന്ന് ഹർത്താലായിട്ട് കെട്ടിയോൻ വന്നില്ല. എന്നാ കെട്ടിയോൻ പറഞ്ഞു എനിക്കൊപ്പം നീ ഇങ്ങോട്ട് വരണോന്ന്. ആ സമയത്ത് നിനക്ക് വേണമെങ്കിൽ അതിനെ എതിർക്കായിരുന്നു. അതും നീ ചെയ്തില്ല. എന്ന് വെച്ചാ നമ്മൾ രണ്ടുപേരും മാത്രമുള്ള മുഹൂർത്തം നീയും ആഗ്രഹിക്കുന്നു എന്ന് വേണം അത് ഇന്ന് മനസ്സിലാക്കാൻ. നിന്നെ പോലെ മൃഗത്തെ പോലെ ചിന്തിക്കുന്ന ഒരുത്തനെ ആത്മാഭിമാനമുള്ള ഒരു പെണ്ണ് സ്നേഹിക്കില്ലടാ. നിന്റെ ജോലി കളയണ്ടെന്ന് കരുതിയിട്ടാ അന്ന് ഞാൻ നിനക്കൊരു ചാൻസ് തന്നത്. എന്നാ ഇനി അതുണ്ടാവില്ല. ഇന്നത്തോടെ നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം. അല്ലെങ്കിൽ പിന്നെ നീ കിടക്കാൻ പോകുന്നത് ജയിലിനകത്തായിരിക്കും. അത് കഴിഞ്ഞ് നിനക്ക് പോലീസ് സ്റ്റേഷനും കോടതിയൊക്കെ കയറി ഇറങ്ങേണ്ടി വരും. ജയിലിലും കിടക്കേണ്ടി വരും. ജയിലിൽ കിടക്കാനൊക്കെ ഞാൻ തയ്യാറാണ്. പക്ഷേ അതിനു മുമ്പ് ഞാൻ ആഗ്രഹിച്ചത് നടക്കണം. നമ്മൾ രണ്ടാളും മാത്രമുള്ള ഈ ക്യാബിനിൽ ഞാനൊരു പുണ്യപ്രവൃത്തി ചെയ്യാൻ പോവാ. ഈ താലി പൊട്ടിച്ചു കളയാൻ പോവാ. കണ്ണേട്ടൻ എന്റെ മനസ്സിലുള്ള സ്ഥാനം എന്താന്ന് ഞാൻ നിന്നോട് പറഞ്ഞതാ. ദൈവത്തെ പോലെ ഞാൻ ആരാധിക്കുന്ന എന്റെ കണ്ണേട്ടനെ മനസ്സുകൊണ്ട് പോലും ഞാൻ ചതിക്കില്ലടാ. എടീ, ഇത് 2025. ചെറുപ്പക്കാർക്ക് യോഗ്യതയില്ലാന്നും പറഞ്ഞ് പെൺകുട്ടികൾ കല്യാണം പോലും വേണ്ടാന്ന് വെച്ച് സ്വതന്ത്രമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കാലമാ. അങ്ങനെ ഒരു കാലത്തിലാണോ ഒരു യോഗ്യതയും ഇല്ലാത്തവനൊപ്പം ഇങ്ങനെ കടിച്ചു തൂങ്ങുന്നത്? നിന്റെ മനസ്സിനകത്ത് മുഴുവൻ ആഗ്രഹങ്ങളാ, സ്വപ്നങ്ങളാ. അതൊക്കെ കാറ്റിൽ പറത്തിയിട്ട് നീ ആരുടെ മുന്നിലാടി പുണ്യാളത്തിയാവാൻ ശ്രമിക്കുന്നത്? വേണ്ട, എന്റെ അടുത്തേക്ക് വരരുത്. ഇന്നത്തെ ദിവസം ഞാൻ കണക്ക് കൂട്ടിയ ചിലതുണ്ട്. അത് അതേപടി സംഭവിച്ചിരിക്കും. എന്നിട്ടേ നീ ഈ ക്യാബിനിൽ നിന്ന് പുറത്തു പോവൂ. കൈയെടുക്കടാ, കൈയെടുക്കടാ.
എന്റെ അടുത്തേക്ക് വന്നാ നീയായിരിക്കില്ല, ഞാനായിരിക്കും ജയിലിൽ പോന്നെ. എനിക്ക് തൂക്കേറി കിട്ടിയാലും ശരി, എന്റെ കണ്ണേട്ടന് തൂക്കേറി കിട്ടുന്ന പ്രവൃത്തി ഞാൻ ചെയ്യില്ലടാ. എന്റെ ജീവൻ പോയാലും എന്റെ ജീവനായ ഭർത്താവിന് ഒരു നിമിഷം പോലും ഞാൻ വഞ്ചിക്കില്ലടാ. പോടാ. പോടുന്ന്. പോടുന്ന്. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല സാറേ. പെട്ടെന്ന് ഞാൻ അവിടെ നിന്ന് പോകുന്നില്ലായിരുന്നെങ്കിൽ ആ കുപ്പിച്ചിൽ എന്റെ പള്ളക്ക് കയറിയെന്നെ. ഇനിയിപ്പോ കളി മാറും സാറേ. അവള് കണ്ണൻ സാറിനോട് എല്ലാം പറയും. എടാ, എന്നെ മനസ്സിലായിട്ടും കണ്ണനോട് ഇതുവരെ ഒരു അക്ഷരം അവള് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെയാ നിന്റെ കാര്യവും. നീ അവളോട് പ്രണയാഭ്യർത്ഥന നടത്തിയത് കണ്ണൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അതൊക്കെ ശരിയാ സാറേ, പക്ഷെ ഇവിടെ കാര്യങ്ങൾ കുറച്ചുകൂടെ കടുത്തുപോയി. അവക്കിനി കണ്ണൻ സാറിനോട് നടന്ന കാര്യങ്ങളൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. എന്നാ അതിനു മുമ്പ് നീ പറയണോടാ. അന്ന് കഥ വളച്ചൊടിച്ചതുപോലെ ഇന്നും സഹറേ നടന്നതൊക്കെ നീ മാറ്റി പറയണം. എടാ, സ്മെല്ലില്ലാത്ത ലിക്കർ കഴിച്ചതുകൊണ്ട് നിനക്ക് മണമൊന്നും അടിക്കുന്നില്ല. എന്നാ മദ്യം തന്നൊരു ധൈര്യം നിനക്ക് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് നീ ഇപ്പൊ തന്നെ കമലേശ്വരത്തേക്ക് പോണം. എന്നിട്ട് കണ്ണനെ കണ്ട് നീ തയ്യാറാക്കിയ തിരക്കഥ അവനോട് പറയണം. എന്താ സാറേ പറയേണ്ടത്? എടാ, പറയേണ്ടത് എന്താണെന്ന് നിനക്കറിയില്ലേ? ഹർത്താല് ദിവസം ആരുമില്ലാത്ത സമയം നോക്കി അവള് നിന്നോട് മോശമായിട്ട് സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്തു. നീ അവളുടെ ആഗ്രഹത്തിന് തടസ്സം നിന്നപ്പോ നിന്റെ കർണത്ത് അവള് തല്ലി. എന്താണോ നിനക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ലേ? അങ്ങനെ പറഞ്ഞേ പറ്റൂ. ആ, എന്നാ പോയി പറ. എടാ, ഒരുപാട് പെൺകുട്ടികളെ പ്രേമിച്ച് വലയിലാക്കി എന്നൊക്കെയാണ് നീ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നിന്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞത്. നീ അത് ശരിവെക്കുകയും ചെയ്തു. പക്ഷെ നേരെ ചൊവ്വ ഒരു പെൺകുട്ടിയുടെ പ്രണയം പിടിച്ചു പറ്റാൻ നിനക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്ക് ഇപ്പൊ സംശയമുണ്ട്. സാറേ, അങ്ങനെ പറയില്ല സാറേ. സാറിന് എന്റെ കഥകളൊക്കെ കുറെ അറിയാവുന്നതല്ലേ? ആ അറിവ് വെച്ചാ എനിക്ക് ഒരു അബദ്ധം പറ്റിയത്. ഇതിപ്പോ അതൊക്കെ പോട്ടെ. എടാ, അനന്തവും ലേഖയും മഹാലക്ഷ്മിയെ സംശയിച്ചു കഴിഞ്ഞു. എടാ, അതിന്റെ കൂടെ ആ കണ്ണന്റെ മനസ്സിനും ചൂട് പിടിപ്പിക്കണം. അതോടെ ആ ബന്ധം അവസാനിക്കും. എനിക്ക് കണ്ണൻ സാറിന്റെ വീട്ടിലേക്ക് പോകാൻ ഒരു പേടിയുണ്ട് സാറേ. എന്തിനാടാ പേടിക്കുന്നത്? നീ അവിടെ ചെല്ലുമ്പം കണ്ണനെ കാണാനുള്ള അവസരം അവിടെ ഞാൻ ഉണ്ടാക്കി തരും. ഞാൻ ഇപ്പൊ തന്നെ മഞ്ജുനെ വിളിച്ച് പറയാം നീ അങ്ങോട്ട് വരുന്നുണ്ടെന്ന്. കണ്ണന്റെ അടുത്തോട്ട് നിന്നെ പറഞ്ഞു വിടണോന്ന്. ശരി സാർ, എന്നാ ഞാൻ പോവാ.
എടാ എന്താടാ? അല്ല സാറേ, ഇപ്പൊ മഹാലക്ഷ്മി അവിടെ എത്തിക്കാണോ? ഇല്ലടാ, അവളെ ഓഫീസ് നോക്കാൻ അവൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടതല്ലേ. അതുകൊണ്ട് അവൾ ഇനി വൈകുന്നേരം എത്തത്തുള്ളൂ. അല്ല, ഇനി ഫോണിലൂടെ എങ്ങാനും? ഓ, ഇങ്ങനെ സംശയിച്ച് നിൽക്കാതെ പെട്ടെന്ന് ചെല്ലടാ. ആദ്യം ആര് പറയുന്നോ അവർക്കാണ് മുൻതൂക്കം കൂടുതൽ. അത് നീ മറക്കണ്ട. ശരി സാർ. ആ ന്നാ. മേഘേട്ടൻ എങ്ങനെയും ഇവിടെ നമ്മളെ പുറത്താക്കി അടങ്ങുമെന്ന് ദൃഢപ്രതിജ്ഞ എടുത്തിരിക്കുക. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും അമ്മ. അതിപ്പോ മേഘം മാത്രമല്ല, അവന്റെ അച്ഛനും അവളെ പുറത്താക്കാൻ വേണ്ടിയാ നോക്കുന്നേ. മോളെ, അന്നത്തെ ആക്സിഡന്റ് ഉണ്ടല്ലോ, അത് കണ്ണന് പറ്റേണ്ടതല്ലായിരുന്നോ? അതിന് പിന്നില് അമ്മാവനും കരുണേടത്തിയുടെ അച്ഛനും പങ്കുണ്ടോന്ന് അമ്മായിക്ക് സംശയമുണ്ട്. സംശയിക്കണ്ട, മേഘൻ അതിനകത്ത് പെട്ടുപോയതുകൊണ്ടാ നിന്റെ അമ്മാവൻ ഒന്നും നമ്മളോട് തുറന്നു പറയാതിരുന്നേ. മോളെ, സത്യത്തില് കണ്ണന് വേണ്ടി ഒരുക്കിയ കെണിയിലാണ് മേഘം പെട്ടതെന്നാ തോന്നുന്നേ. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ചോ, വാമേട്ടൻ മോഹിച്ച സ്വത്ത് വാമേട്ടൻ എങ്ങനെയെങ്കിലും നേടിയെടുത്തിരിക്കും. അതൊരു കാരണവശാലും വിട്ടുകളയില്ല. അതുപോലെ തന്നെ ഏടത്തിയുടെ അച്ഛന്റെ കാര്യം. അങ്ങേരും ലക്ഷ്മി ഇവിടെ വച്ച് വാഴിക്കില്ല. എന്ന് വെച്ചാ നമ്മള് സൈലന്റ് ആയിട്ട് എല്ലാം കണ്ടും കേട്ടും നിന്നാ മതി. ബാക്കിയൊക്കെ അവര് ചെയ്തോളും. ഉണ്ണിയാണെങ്കി ആകെ വീർപ്പ് മുട്ടി നടക്കുക. ഇപ്പൊ പഴയതുപോലെ അവന് കമ്പനിയിൽ സ്വാതന്ത്ര്യമൊന്നുമില്ല. ശമ്പളമൊക്കെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ 1% പോലും വളഞ്ഞ വഴിയിലൂടെ 10 പൈസ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. കണ്ണൻ അവിടെയൊക്കെ നോട്ടം ശക്തമാക്കിയിട്ടുണ്ട്. പുതിയ പുതിയ ആൾക്കാരെയൊക്കെ നിയമിച്ചിട്ടുണ്ട്. മേഘേട്ടന്റെ കാര്യവും കഷ്ടമാ. ഈ മഹാലക്ഷ്മി കാരണം മേഘേട്ടനെ കമ്പനിന്ന് പുറത്താക്കുമെന്നാ പേടി. ഒന്നും സംഭവിക്കില്ല മോളെ. മേഘനും വാമേട്ടനും കരുണയുടെ അച്ഛനും കൂടി ഈ പ്രശ്നം അങ്ങ് പരിഹരിച്ചോളും. സാഗർ വന്നല്ലോ. കണ്ണൻ സാറല്ലേ? ഉണ്ട്. മേഘേട്ടൻ വിളിച്ചു പറഞ്ഞിരുന്നു സാഗർ വരുമ്പോ കണ്ണേന്റെ അടുത്തേക്ക് വിടണോന്ന്. പിന്നെ ഇനിയിപ്പോ ഞങ്ങള് തടയുന്നില്ല. താൻ പോയി കണ്ടിട്ട് വാ. ദേ, അതാ മുറി. എടാ ചെറുക്ക, നീ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കിയോടാ? ചെറിയ പ്രശ്നമുണ്ട് ആന്റി. എന്നാ പിന്നെ നിന്റെ ബോസല്ലേ അവൻ. ചെന്ന് പറ, പള്ളി പുള്ളി തെറ്റാതെ എല്ലാം പറ. ശരി, നന്നായി പറയാനുണ്ട്. കണ്ണൻ സാറ് ഒരിക്കലും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ. മോളെ, അങ്ങനെയെങ്കിൽ അത് നമുക്കൊന്ന് കേൾക്കണമല്ലോ. ഞാൻ കേട്ടോളാം ആദ്യം. അവര് സംസാരം തുടങ്ങട്ടെ. സാർ. ആ, സാഗറോ, വാ. എന്താടാ ഓടിങ്ങി പോന്നെ? അല്ല, ഇന്ന് ഹർത്താലായിട്ട് അവിടെ വേണമെന്ന് ഞാൻ പറഞ്ഞല്ലേ? അവിടെ ഇരിക്കാൻ പറ്റാത്തോണ്ടോ സാറേ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. എന്തുപറ്റി സാഗറെ? അത് പിന്നെ സാറിനോട് സംഭവിച്ചതൊക്കെ പറയണോ വേണ്ടേ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഞാൻ. പിന്നെ സാറിനോട് പറഞ്ഞല്ലോ എന്ത് നടന്നാലും അത് അപ്പപ്പോ സാറിനെ അറിയിക്കണമെന്ന്. സാറാണല്ലോ എനിക്ക് സാലറി തരുന്നത്.
ഒന്നും എനിക്ക് സാറിൽ നിന്ന് മറച്ചു വെക്കാൻ പറ്റില്ല. ഇന്നും മഹിയുടെ ഭാഗത്തുനിന്ന് മോശമായ സംസാരം ഉണ്ടായോ? സംസാരം ഉണ്ടായ കുഴപ്പമില്ലായിരുന്നു സർ. ഞാനിവിടേക്ക് ഓടി വരില്ലായിരുന്നു. പിന്നെ അത് പിന്നെ ഇന്ന് മാഡം എന്നെ മുറിയിലേക്ക് വിളിപ്പിച്ചു. എന്നിട്ട് അന്നത്തെ അതേ ആവശ്യം പറഞ്ഞു. ഞാൻ അതിനെ എതിർത്തപ്പോൾ ഇന്ന് ഹർത്താലായിട്ട് അവിടെ ആരുമില്ലെന്നും അതുകൊണ്ട് ഞാൻ പറയുന്നതൊക്കെ ചെയ്യണമെന്നും പറഞ്ഞു. അത് നടക്കില്ലെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവരെൻ്റെ കയ്യിലേക്ക് കടന്നു പിടിച്ചു. ഞാൻ കുതിറി മാറിയപ്പോൾ അവരെൻ്റെ കർണത്തടിച്ചു. സൂക്ഷിച്ചു നോക്കിയ കവള് ചുവന്ന് കിടക്കുന്നത് സാറിന് കാണാം. എന്നിട്ട് ഒരു വിധത്തില് ഞാൻ ഇവിടുന്ന് ഇറങ്ങി ഓടുകയായിരുന്നു സാർ. ഇതെങ്ങനെ സാറിനോട് വന്ന് പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നെ പറയാതിരുന്നു കഴിഞ്ഞാൽ അവർ കഥകൾ വളച്ചൊടിക്കുമെന്നും എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഓടി വന്നത്. നടന്നതൊക്കെ സാറിനെ ധരിപ്പിക്കാൻ. അത് നന്നായെന്നേ ഞാൻ പറയൂ. ഇന്ന് ഹർത്താലായിട്ട് മനഃപൂർവ്വം അയാളെ കൂട്ടിക്കൊണ്ടുപോകാൻ സാഗർ വരണമെന്ന് ഞാൻ പറഞ്ഞത്. ഇന്ന് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്തായാലും എനിക്കെന്റെ ഭാര്യയെ തിരിച്ചറിയാൻ പറ്റിയല്ലോ. അതുകൊണ്ട് തന്നെ എനിക്കിനി ചതി പറ്റില്ലല്ലോ. വിഷമമുണ്ട് സാർ. അവർക്ക് സാറിന് ഇഷ്ടമില്ലെങ്കിൽ തുടക്കത്തിലെ സാറുമായിട്ടുള്ള കല്യാണം വേണ്ടാന്ന് അവർക്ക് പറയായിരുന്നു. അതിനു പകരം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഭയങ്കര കഷ്ടമാണ് സാർ. ഒരു വിചാരണ നടക്കേണ്ടതായിട്ടുണ്ട്. സാറൊന്ന് എനിക്കൊപ്പം വരണം. എവിടേക്ക്? അനന്തുവിന്റെ വീട്ടിലേക്ക്. നമുക്കിപ്പോ തന്നെ പുറപ്പെടാം. ശരി സാർ. അനന്തു സാറിനെ സംഭവങ്ങളൊക്കെ അറിയിക്കാം. ഞങ്ങൾ വിശദമായിട്ടെല്ലാം സംസാരിച്ചതാ. ഇന്ന് പല ബന്ധങ്ങളും അവസാനിക്കുന്ന ദിവസം സാഗറെ. മഹി എന്ന മഹാലക്ഷ്മി എന്ന എന്റെ ഭാര്യ എന്റെ ജീവിതത്തിൽ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ദിവസം. എല്ലാം കൂടി ചോദിച്ചാൽ അവര് മിക്കവാറും വയലന്റ് ആവും. കഥകള് ചിലപ്പോ വളച്ചൊടിക്കും. അങ്ങനെ കഥകൾ മറിച്ചിട്ടാലും നടന്നൊന്നും മായ്ച്ചു കളയാൻ അയാൾക്ക് പറ്റില്ലല്ലോ. സാഗർ വാ. എന്നാലും ഇവള് കൊള്ളാമല്ലോ. ഞാൻ വന്നപ്പോഴേ പറഞ്ഞില്ലേ അവള് പ്രേമരോഗിയാണെന്ന്. അവൾ ഒരുപാട് പേരെ സ്നേഹിച്ച് വലയിലാക്കിയിട്ടുണ്ട്. ഇവിടെ പിന്നെ കണ്ണച്ചാരെ പോലെ ഒരാളെ കല്യാണം കഴിച്ചത് അയാളുടെ സ്വത്തും പണവും കണ്ടിട്ടാ. അത് പക്ഷെ അയാൾക്ക് മാത്രമേ ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇന്നത്തോടെ എല്ലാം മനസ്സിലാവുമല്ലോ. വരുന്നുണ്ട്. നമ്മളൊന്നും കേട്ടതായിട്ട് നടിക്കണ്ട. എങ്ങോട്ട് പോവാ മോനെ? എനിക്ക് ആനന്ദിന്റെ വീട് വരെ ഒന്ന് പോണം. അയ്യോ, ഞാൻ ഉച്ചയ്ക്ക് മോന് കഴിക്കാൻ വേണ്ടിട്ട് എല്ലാം ഉണ്ടാക്കി വെച്ചേക്കുമായിരുന്നു. നീ അവധി ദിവസങ്ങളിൽ മാത്രമല്ലേ ഇവിടെ കാണാറുള്ളൂ. ഇന്ന് ഹർത്താലായിട്ട് നീ പോവാത്തത് കൊണ്ട് ഒരുപാട് കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ എല്ലാരും കഴിച്ചോ? ബാക്കി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്ക്. അതിന് കണ്ണേട്ടൻ ഫ്രിഡ്ജിൽ വെച്ചത് ചൂടാക്കി തന്നാലും കഴിക്കില്ലല്ലോ. പക്ഷെ നിങ്ങളൊക്കെ കഴിക്കുമല്ലോ, അപ്പോ അത് വേസ്റ്റ് ആവില്ല. കണ്ണേട്ടനാകെ സീരിയസ് ആണല്ലോ. കണ്ണേട്ടന്റെ മുഖത്ത് നല്ല ദേഷ്യമുണ്ട്. അത് ഞാനും ചോദിക്കാനായിട്ട് വരുമായിരുന്നു. എന്തു പറ്റി മോനെ? നീ എന്താടാ കൊച്ചിനെ വന്ന് മോനോട് പറഞ്ഞത്? എന്തോ അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന് കരുതി അകത്തോട്ട് പോവായിരുന്നല്ലോ. എന്താ പറഞ്ഞതെന്നാ അമ്മ ചോദിച്ചത്. ഞാൻ പറഞ്ഞ എന്താണെന്ന് സാറിന് നന്നായിട്ട് അറിയാം. അവളെയും കൊണ്ടാണല്ലോ ഇയാള് ഫൈനാൻഷ്യസിലേക്ക് പോയത്. എന്നിട്ട് അവളെവിടെ? അയാൾ ഫൈനാൻസിയേഴ്സിൽ തന്നെ കാണും. അതെ, നമുക്ക് പോവാം സാഗറെ.
അവളിപ്പോ നനഞ്ഞ കോഴിയെ പോലെ ഇരിക്കുമായിരിക്കും. അങ്ങനെയെങ്കിൽ കണ്ണൻ പോവേണ്ടത് അവളുടെ അടുത്തേക്കല്ലേ? അതിനു പകരം അനന്തുവിന്റെ അടുത്തേക്ക് എന്തിനാ പോയത്? അനന്തുവേട്ടനും ലേഖേച്ചിയാണല്ലോ കണ്ണീട്ടന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാര്. അവരുമായിട്ട് എന്തെങ്കിലും കൂടി ആലോചിക്കാൻ കാണും. ഭാര്യയെ കളയണോ വേണ്ടേന്ന് തീരുമാനിക്കാനായിരിക്കും അങ്ങോട്ട് പോയിരിക്കുന്നത്. തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം.